ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഡിഷാണ് തയ്യാറാക്കുന്നത്. അതിലാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത്. ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പുട്ടാണ്. ഗോതമ്പിലാണ് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ് ഈ പുട്ട് കഴിക്കാൻ. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. ഗോതമ്പിൽ ഈ മസാലപ്പുട്ട് അധികം ആരും തയ്യാറാക്കിയിട്ടില്ല. ഇത് ABC പുട്ടാണ്. മസാലപ്പുട്ട് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നനച്ചെടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് നനച്ചാൽ മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുത്താൽ മതിയാകും. പുട്ടുപൊടി കുഴയ്ക്കുമ്പോൾ നല്ല റൗണ്ട് പാത്രത്തിൽ, വലിയ പാത്രത്തിലെടുത്താണ് കുഴയ്ക്കാനുള്ളത്. എന്നാലേ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തുറന്ന് കുഴച്ചെടുക്കണം. മസാലപ്പുട്ട് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് 1 ആപ്പിള്, 1 ക്യാരറ്റ്, 1 ബീട്രൂട്ട്, ഇതെല്ലാം തൊലി നന്നായിട്ട് കളഞ്ഞ് കഴുകിയെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മസാലക്കൂട്ട് വഴറ്റാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലേക്ക് 4-5 വെളുത്തുള്ളി റൗണ്ടിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 തുണ്ട് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴണ്ടു വന്നു. ഇതിലേക്ക് ഇനി 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബീട്രൂട്ടിന് വേവുള്ളതുകൊണ്ട് കുറച്ച് സമയം വഴറ്റി കൊടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ മാറി വന്നു. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. 1 വലിയ ക്യാരറ്റാണ് എടുത്തത്. ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് വരുമ്പോൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ആപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ആപ്പിളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആപ്പിളും ക്യാരറ്റും എല്ലാം വഴണ്ട് വന്ന് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 അര സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയാകും. പുട്ടുപൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് മതിയാകും. ഇതൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇത് ഇനി സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചതാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാം. ഈ മുട്ടയിലേക്ക് 1 നുള്ളു ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയിൽ കുരുമുളകൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് കുരുമുളകിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ഇനി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. കൂട്ട് റെഡിയായി.
ഇതിനി തണുക്കുമ്പോൾ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി റെഡിയായി. ഇതിലേക്ക് നമുക്കിനി വഴറ്റി വച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, നന്നായിട്ട് തണുത്തില്ല. ഇനി നമുക്കിത് പുട്ടുപൊടിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഗോതമ്പ് പൊടി നനയ്ക്കുമ്പോൾ നല്ലതുപോലെ നനയ്ക്കരുത്, ചെറിയതായിട്ടൊന്ന് ഇതായിട്ടിരിക്കണം, എന്നാലേ ഈ കൂട്ട് അതിനോട് യോജിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഇതിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇത് കുഴയ്ക്കുമ്പോൾ കട്ടിയാവുന്നെങ്കിൽ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി തൂവി കൊടുത്താൽ മതിയാകും. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തൂവി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്നിങ്ങനെ കുഴച്ചെടുത്താൽ മതിയാകും. ഇതിലിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കുറച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് വാരി വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇതിലേക്ക് ചുരണ്ടിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വഴറ്റാതെ ഇതുപോലെ പച്ചക്കിട്ട് പുട്ടവിക്കുന്നതാണ് ടേസ്റ്റ്, ആ ഒരു മണവും കിട്ടത്തുള്ളൂ. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല തുറാന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് വാരി ഇട്ട് അടുപ്പിൽ വയ്ക്കാം. ഗോതമ്പ് ഇഷ്ടമില്ലെങ്കിൽ അരിമാവ് എടുത്ത് ഇതുപോലെ ചെയ്താൽ മതിയാകും. പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറച്ചു. തേങ്ങ മിക്സ് ചെയ്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല. പുട്ട് വെന്ത് നമുക്കതൊരു പാത്രത്തിലേക്ക് നീക്കിയിടാം. ഇതുപോലെ എല്ലാ പുട്ടും അവിച്ചെടുക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. ഷുഗറുകാർക്ക് ഇത് വളരെ നല്ലതാണ് ഈ പുട്ട് കഴിക്കുന്നത്. ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അരിമാവിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്